കഴിഞ്ഞൊരു ദിവസം രാവിലെ ഞങ്ങൾ കണ്ട കാഴ്ച ഞെട്ടിച്ചു. ഒരു പാമ്പ് പ്ലാസ്റ്റിക് നെറ്റിൽ കുടുങ്ങി. വിഷമുള്ളതല്ല, ഭക്ഷണം തേടി വന്നതായിരുന്നു. അറിയാതെ കുടുങ്ങി. അടുത്ത ദിവസം മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അടുത്തേക്ക് ചെന്നപ്പോൾ അത് ഭയന്നും പ്രതിരോധ നിലയിലും. നമ്മൾ ട്രെയിൻഡ് അല്ല. രക്ഷിക്കാൻ ശ്രമിച്ചാൽ അപകടം. രക്ഷപ്പെടാനുള്ള അതിന്റെ പിടച്ചിൽ പരിക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു. വേഗം എത്തുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ അത്ഭുതപ്പെടുത്തി. ജസ്റ്റ് 40 മിനിറ്റ് ടീം സ്ഥലത്തെത്തി. ശാന്തമായി, പ്രൊഫഷണലായി, വളരെ കരുതലോടെ നെറ്റ് മുറിച്ച് പാമ്പിനെ മോചിപ്പിച്ചു. പാനിക്കില്ല, ഹിംസയില്ല, ജീവനോട് ബഹുമാനം മാത്രം. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ സല്യൂട്ട്. 40 മിനിറ്റിനകം എത്തി ഒരു ജീവനെ രക്ഷിച്ചതിന്. ഇതാണ് യഥാർത്ഥ സേവനം. ഇതാണ് ഉത്തരവാദിത്വം. കുഞ്ഞായിരിക്കുമ്പോൾ പാമ്പ് ശത്രുവെന്ന് പഠിച്ചു. അത് തെറ്റായിരുന്നുവെന്ന് നമുക്കറിയാം. ഭൂമിയിലെ ഓരോ ജീവനും ഒരു കാരണത്താലാണ്. പ്രകൃതിക്ക് സ്വന്തം ബാലൻസ് ഉണ്ട്. ഒരു ഭാഗത്ത് ഓരോ ജീവനും തുല്യമെന്ന് നമ്മൾ പഠിക്കുന്നു. അതേസമയം മനുഷ്യനോട് ക്രൂരമായി പെരുമാറുന്ന വാർത്തകളും കേൾക്കുന്നു. ഇപ്പോഴും നമ്മൾ ഷോക്കിലാണ്. ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു? ബ്രെയിനിൽ, ചിന്തയിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ അത്യാവശ്യമാണ്. നമ്മളെ മനുഷ്യനെന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മുടെ ചിലരിലെ ചിലപ്പോഴത്തെ പെരുമാറ്റം ഒരു വലിയ ചോദ്യചിഹ്നമല്ലേ? ഭയത്തിന് പകരം ബോധം, ആക്രമണത്തിന് പകരം കരുണ. തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കൽ കൂടി വലിയ സല്യൂട്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അക്രമം അതെന്തിന്റെ പേരിലായാലും സംഭവിക്കാതിരിക്കേണ്ടതാണ്. കരുണയാണ് യഥാർത്ഥ ശക്തി.